ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. എന്നോടൊപ്പമുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഹാർനസ് ഫിന്നിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റും ഒപ്പം തന്നെ ഒരു സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറുമായിട്ടുള്ള മിസ്റ്റർ അനീഷ് ചന്ദ്രൻ സി വി ആണ്. സർ, ഗുഡ് മോർണിംഗ്. യെസ്, ഏതായാലും നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോകാം. സർ, ഇന്നലത്തെ ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു 25,000 എന്നൊരു ലെവൽ, സൈക്കോളജിക്കൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിരുന്നു എങ്കിൽ പോലും ത്രൂ ഔട്ട് ദ ഡേ പരിശോധിക്കാൻ നേരെ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പല അനലിസ്റ്റുകളും 25,150 എന്നൊരു ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽ തന്നെയാണ് ഇന്നലെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു എന്താണ്? നമ്മൾ ഒരു 7-8 ഡേയ്സ് ആയിട്ട് ഒരു വിന്നിംഗ് സ്ട്രീക്ക് തന്നെയായിരുന്നു. അത് മുകളിലോട്ട് തന്നെയായിരുന്നു നിഫ്റ്റി പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു റെസ്റ്റിംഗ് പോയിൻ്റ് ആവശ്യമാണ്. അതായിരുന്നു നമ്മൾ നേരത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 25,150 എന്ന് പറയുന്നത് നേരത്തെ വന്നിട്ടുള്ള ഒരു ഹൈ തന്നെയാണ്, ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഹൈ തന്നെ. അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വരേണ്ടത്. കാരണം തീർച്ചയായിട്ടും ഒരു വലിയ മൂവ്മെൻറ്റ്സ് ആണ് കഴിഞ്ഞ 8 ദിവസമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഒരു റെസ്റ്റിംഗ് പോയിൻ്റ് വന്നതിന് ശേഷമായിരിക്കും ഇനി അടുത്തൊരു മൂവ്മെൻറ്റ്സ് വരുന്നത്. അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് ഇങ്ങനെയുള്ള റെസ്റ്റിംഗ് പോയിൻറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ അത് കാണേണ്ടതാണ്. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്സിൻ്റെ മുന്നോടിയായിട്ട് ഉള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി. ഒരു റാലി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ സാർ നേരത്തെ? തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിൻ്റെ അതല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ്സ് വരാനിരിക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് കുറേ നല്ലൊരു മൂവ്മെൻറ്റ്സ്, അത് പുതിയ ഹൈയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് ഫെസ്റ്റിവൽ സീസണാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരുപാട് ബൂസ്റ്റിംഗ് കൺസംഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് എക്കോ സിസ്റ്റം എക്കോണമിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ്സ് വരാനിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് കൂടി പരിശോധിക്കണം. ഗ്ലോബൽ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ US വിപണികളിൽ വളരെ നിർണായകമായിട്ടൊരു ദിവസമാണ്. അതായത് ഇന്ന് FOMC യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നാളെ ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു FOMC യോഗത്തെ തീരുമാനങ്ങൾ അറിയുക. ഓൾറെഡി ഇപ്പോൾ US മാർക്കറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാളെ വരുന്ന ആ ഒരു യോഗത്തിൽ, നാളത്തെ ആ ഒരു തീരുമാനത്തിൽ 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ റേറ്റ് കട്ട് ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടുള്ളൊരു വളരെ തുടർച്ചയായിട്ടൊരു മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ഏകദേശം ഒരു 10ഓളം ട്രേഡ് സെഷൻസിലായിട്ട് US മാർക്കറ്റിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ US മാർക്കറ്റിലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത്? ഒരല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് US മാർക്കറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? വലിയൊരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിലാണ് അവിടെ ഇപ്പോൾ മാർക്കറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും അവിടുത്തെ ഗവൺമെൻറ്റിന് ഇഷ്യൂസുണ്ട്. അതെല്ലാം അവർ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഓരോ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും അവിടെ കൺസംഷൻ ബൂസ്റ്റ് ചെയ്യുന്നതിലേക്ക് അവർ തീർച്ചയായും 25 ബേസിസ് പോയിൻ്റ് കട്ട് ചെയ്യുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. സോ അത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് എല്ലായിടത്തും എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ മേളിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതിന് എഗൻസ്റ്റായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുൾ ബാക്ക് തന്നെയാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഇൻഡിക്കേഷൻ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗ്ലോബൽ മാർക്കറ്റ് അല്ലെങ്കിൽ US മാർക്കറ്റ് കയറുമ്പോൾ അതിനൊപ്പം തന്നെ ഗോൾഡ് കയറുന്നു, ക്രൂഡ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അവിടെ കൺസപ്ഷൻ അല്ല, മറ്റൊരു സേഫ്റ്റി പോയിൻറ്റ്സിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അത് നമ്മളവിടെ ആ ഒരു മൂവ്മെൻറ്റ്സും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാച്ച് ചെയ്യണം US മാർക്കറ്റിനൊപ്പം തന്നെ. സർ, ഇപ്പം ഗോൾഡിൻ്റെ കേസ് സൂചിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മളിപ്പം നോർമലി കാണുന്നത് ഇപ്പം വളരെ ഓപ്റ്റിമിസ്റ്റിക് ആണ്, എന്നിട്ട് ഗോൾഡിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച്, അതായത് റിട്ടേൺ ആയിട്ട് വരേണ്ടതാണ്. പക്ഷേ ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ പലപ്പോഴും ഈ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള കണ്ടീഷൻസിലാണ് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ കുതിപ്പുണ്ടായിരിക്കുന്നത്. നിലവിലിപ്പോൾ പരിശോധിക്കുമ്പോഴും $3,650 മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഇന്നും ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3,689 എന്നൊരു 80.56 $3,689.56 എന്നൊരു ഓൾ ടൈം ഹൈ ഇന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ലെവലിന് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഗോൾഡിലുള്ള ഈ ഒരു തുടർച്ചയായിട്ടുള്ളൊരു മുന്നേറ്റം ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷനാണോ തരുന്നത്? അല്ല, ഗോൾഡിൽ അത് എപ്പോഴും ഒരു സേഫ്റ്റി കൺസേൺസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്. ബട്ട് നമ്മൾ അവിടെ കാണേണ്ടത് ഒരു തുടർച്ചയായിട്ടുള്ള കുറേ കാലങ്ങളായിട്ട് ഒരു 4 ഇയറൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഹൈ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുറേ വർഷം ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെല്ലാം തന്നെ വളരെ ഒരു സേഫ്റ്റി കൺസേൺസ് വെച്ചിട്ടാണ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ മൂമെൻറ്റ്സിൽ ഒരുപാട്
ഫണ്ടുകൾ ഇതിനെ ചേസ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ നോക്കുമ്പോൾ സേഫ്റ്റിക്ക് ഉപരിയായിട്ട് റിട്ടേൺ ആയിട്ടുള്ള എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഇതിനെ ചേസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓവർ ഹീറ്റഡ് ആയിട്ട് പോകുന്നത്. ബട്ട് ഇത് സെർട്ടൺ പോയിൻ്റ് ഓഫ് ടൈമിൽ നമ്മുടെ ഇക്കോണമീസ് എല്ലാം സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇത് തീർച്ചയായിട്ടും ഇതിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അതർ അവഞ്ചസിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് അവിടെ നമ്മൾ ഏത് പോയിൻ്റ് ഓഫ് ടൈമിൽ ഇത് ടൈ അപ്പ് ചെയ്യുമെന്നതാണ് ഇവിടുത്തെ ഇഷ്യൂസ്. മനസ്സിലായില്ലേ? ഇതെല്ലാം തന്നെ സോർട്ട് ഔട്ട് ചെയ്യുക. നമ്മളുടെ ഇക്കോണമി നോക്കിയാൽ അത് നല്ല ഫാസ്റ്റസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നു. അതേസമയം തന്നെ വലിയ വലിയ ഇക്കോണമീസ് അത്രത്തോളം ഗ്രോ ചെയ്യാതെ സ്ട്രഗിൾ ചെയ്യുന്ന സമയങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് വൺ വേ അതർ ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഗോൾഡിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫണ്ട് ചേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. US മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല, പക്ഷേ അവിടത്തെയും ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചൈനയിലെ ഇഷ്യൂസ്, അവിടെ ഗ്രോത്ത് കൺസേൺസ് ഉണ്ട് എന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ ഗോൾഡിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സേഫ്റ്റി, അതേപോലെ തന്നെ ഇപ്പോൾ നല്ല റിട്ടേൺ കൊടുക്കുന്നത് കൊണ്ട് ഉള്ള ഒരു മൊമെൻറ്റം ഫണ്ടുകൾ അതിനെ ചേസ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ ഏത് പോയിന്റിൽ ഇത് തിരിച്ച് റിവേഴ്സ് ആവും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ക്രൂഡിലേക്ക് കൂടി ഒന്ന് വരേണ്ടതുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും റഷ്യയ്ക്ക് മേൽ കൂടുതൽ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് തുടർച്ചയായിട്ട് US മറ്റ് സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നേറ്റോയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അത്തരമൊരു സ്ഥിതി പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന US ഒരു ക്രൂഡ് ഇൻവെൻട്രി, കഴിഞ്ഞ വീക്കിൽ വന്ന US ഒരു ക്രൂഡ് ഇൻവെൻട്രിയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വർധനവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ രണ്ട് സൈഡിലും കാരണങ്ങൾ, താഴേക്ക് പോകാനും അതിനോടൊപ്പം തന്നെ പ്രൈസ് മേളിലേക്ക് പോകാനുമുള്ള കാരണങ്ങൾ നിലവിൽ ക്രൂഡിനെ സംബന്ധിച്ചിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ WTI ക്രൂഡിലാണ് ഒരു 0.5% മുകളിൽ ഒരു മുന്നേറ്റം കാണുന്നത്. ബ്രണ്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് നിൽക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഈ സിറ്റുവേഷൻ, ഈ ന്യൂസൊക്കെ തുടങ്ങിയ സമയത്ത് ട്രംപ് നമ്മുടെ ഒരുപാട് താരിഫൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് മൂവ്മെൻറ്റ്സ് ആണ്. കാരണം കൺസപ്ഷൻ നമ്മളാണല്ലോ കൂടുതൽ. അപ്പോൾ കൺസപ്ഷൻ കൂടുതലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഈ അതർ നെഗോഷിയേറ്റഡ് ഡീൽസുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഈ മാർക്കറ്റിലെ ബ്രണ്ടിൻ്റെ ക്രൂഡിൻ്റെ പ്രൈസിൽ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇത് വലിയ പോസിറ്റീവായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. വലിയ പോസിറ്റീവായിട്ടുള്ള മൊമെൻസം വരാനുള്ള സാധ്യതകൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് നമുക്ക് ഫർദർ നോക്കാവുന്നത് ഇതൊരു കൺസോളിഡേറ്റ് ചെയ്ത് നിർത്തുക എന്നതായിരിക്കും നമ്മൾ എല്ലാ റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളുടെയും താല്പര്യം എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു പരിധിവരെ ഇൻഫ്ലേഷനെ പ്രതിരോധിക്കുന്നതിന് എല്ലാ ഇക്കോണമീസിനും സാധിച്ചിട്ടുണ്ട്. ഈവൻ നമ്മുടെ ഇക്കോണമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ്, ഇപ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇൻഫ്ലേഷനെ പ്രതിരോധിക്കുന്നതിൽ നമുക്ക് വളരെയധികം സഹായകരമായിട്ടുണ്ട് ഈ ക്രൂഡ് ഓയിലിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കൺസോളിഡേറ്റഡ് മൂവിലേക്ക് പോകാനാണ് എല്ലാ ഗവൺമെൻറ്റ്സും ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചാർട്ടും അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വോളിയം കുറഞ്ഞു വരുന്നത് നമ്മൾ വളരെ ഇതായിട്ട് കൺസേൺ ആയിട്ട് കാണുക. അപ്പോൾ ക്രൂഡിലെ ഒരു കൺസോളിഡേറ്റഡ് മൂവ് ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 72 to 62 എന്നുള്ള ലെവലിലായിരിക്കും ഇത് ലോങ് ടേം മൂവ്മെൻറ്റ് വരുന്നതെന്നാണ് തോന്നുന്നത്. നമ്മളുടെ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നിഫ്റ്റിയുടെ കേസ് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു ബെറ്റർ ആയിട്ടൊരു പ്രകടനമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 54,887 എന്നൊരു നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഫ്ലാറ്റിഷ് ആ ഒരു ടോണിലാണ്. ഓൾമോസ്റ്റ് ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടൊരു റേഞ്ചിൽ തന്നെയാണ് ഇന്നലത്തെ ത്രൂ ഔട്ട് ദ ഡേ ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിംഗ് നടന്നിരിക്കുന്നത്. 54,807.5 എന്നൊരു ലോയ്ക്കും അതിനോടൊപ്പം തന്നെ 55,018.7 അതും ഏകദേശം ഒരു ഫസ്റ്റ് ഹാഫിലായിരുന്നു ആ ഒരു ലെവലിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ ലെവൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ബാങ്ക് നിഫ്റ്റി തുടർച്ചയായിട്ടൊരു റേഞ്ച് ബൗണ്ടായിട്ടൊരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഈ നിഫ്റ്റിയുടെ അപ്സൈഡ് മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്നത്, ക്യാപ്പ് ചെയ്യുന്നതും ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്കുള്ളൊരു കുതിപ്പ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ നിയർ ടൈമിൽ? തീർച്ചയായിട്ടും ബാങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്.
ഇപ്പോഴുള്ള റേഞ്ചിലെന്ന് പറയുന്നത് ഒരു 52 ആ ലെവലിൽ നിന്നും ഒരു 57 എന്ന ലെവലിലേക്കാണ് കഴിഞ്ഞ ഒരു 4 മാസമായി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 57ൻ്റെ അടുത്തേക്ക് വരികയും പിന്നെ അത് 2 പ്രാവശ്യം വരികയും താഴോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊരു ബ്രേക്കൗട്ട് സാധ്യമാണ്. അതിലേക്കുള്ള മൂവ്മെൻറ്റ്സ് ആണ്. നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് 2 പ്രാവശ്യം വന്ന് സപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നിന്ന് ഊഹിക്കാൻ കഴിയുന്നത് ഒരു 57,000ലേക്ക് ഇമ്മീഡിയറ്റ് പോവുകയും അവിടെ നിന്ന് ബ്രേക്കൗട്ട് വരാൻ ചെയ്യുന്ന സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് PSU ബാങ്ക്സ് ഒക്കെ എല്ലാം തന്നെ ഇപ്പോൾ വളരെ സ്ട്രെങ്താണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു മൊമെൻറ്റം ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിലേക്ക് ആ മൊമെൻറ്റം വരികയാണെങ്കിൽ തീർച്ചയായും ഗവൺമെൻറ് ഒരുപാട് ബാങ്കിനെ സംബന്ധിച്ചുള്ള ന്യൂസുകൾ വരാനിരിക്കുന്നു. അതേപോലെ തന്നെ കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നു. അതെല്ലാം തന്നെ ഫണ്ട് ഫ്ലോയിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. അത് ബാങ്കിനെ സംബന്ധിച്ച് അത് സഹായകരമായിരിക്കും. മുമ്പത്തെ പോലെയല്ല, ബാങ്ക്സിലൊക്കെ ഇപ്പോൾ ഫീ ബേസ്ഡ് ഇൻകം ഒക്കെ ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ പ്രോഫിറ്റബിലിറ്റിയിലും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെൻറ്റ് തന്നെ പ്രതീക്ഷിക്കാം. എനിക്ക് തോന്നുന്ന വലിയ മൂവ്മെൻറ്റ്സിനുള്ള സാധ്യതയുണ്ട്. ഒരു സൈലൻ്റായിട്ട് അത് ഇമ്മീഡിയറ്റ് റിക്കവർ ചെയ്ത് ഓരോ പോയിൻറ്റ്സായിട്ട് കയറി വരികയാണ്. 56നും 57ലേക്ക് വരികയാണ്, 57,000ലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെൻറ്റ്സും മുകളിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെയും അങ്ങനെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ 25 സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലാഗ് ചെയ്തതിന് ശേഷമാണ് നല്ലൊരു മൂവ്മെൻറ്റ്സ് വന്നത്. അത് മാർച്ച് ഏപ്രിൽ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ് വലിയൊരു മൂവ്മെൻറ്റ്സ്. അതുപോലെ തന്നെ സമാനമായ മൂവ്മെൻറ്റ്സ് ഇനിയും വരാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, അതിനൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് നമുക്ക് ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് കൂടി ഒന്ന് പോകാം. ഫൈനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഏകദേശം ബാങ്ക് നിഫ്റ്റീനെ പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. 26,393 എന്നൊരു നിലയിലായിരുന്നു ഇന്നലെ ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. വളരെ ഫ്ലാറ്റിഷ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ലാസ്റ്റ് ഒരു 45 മിനിറ്റ്സിൽ തുടർച്ചയായിട്ടൊരു സെൽ ഓഫ് നേരിട്ടുകൊണ്ടാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. ഈ ഒരു ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലുള്ളൊരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും ഇപ്പം ബാങ്കിനെ പോലെ തന്നെയാണ് ബാക്കിയുള്ള നമ്മളെ ഫിനാൻഷ്യൽ സർവീസ്, ബജാജ് ഫിനാൻസ് ആയിരുന്നാലും അതേപോലെ HDFC ഫിനാൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജിയോ ഫിനാൻസ്, ഇതേപോലെ കമ്പനികളെല്ലാം തന്നെ ബാങ്ക് കൊടുക്കുന്ന ചെറുട്ടൻ സർവീസുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അവർ കൊടുക്കുന്നു. ഇപ്പോൾ ലോൺ, നമ്മളുടെ ഗ്രോത്തിന് ആവശ്യമായ ലോൺസ് ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വലിയ വലിയ കമ്പനീസാണ്. അതേപോലെ കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള ബജാജ് ഫിനാൻസിനെയൊക്കെ പോലുള്ള കമ്പനീസ് ഈ കൺസപ്ഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലോൺസ് കൊടുക്കുന്നത് അവരാണ്. അപ്പോൾ ഈ എക്കോണമിയിലെ ബേസ് ലെവലിനെയും ഒരു സാറ്റിസ്ഫൈഡ്, മുമ്പുള്ള പോലെയല്ല, കോർപ്പറേറ്റുകളെ മാത്രമല്ല, ഒരു ബേസ് ലെവലിൽ ഇൻകമുള്ള ആളുകളെ പോലും സഹായിക്കാവുന്ന ലെവലിലേക്കാണ് ഈ കമ്പനികളെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ഒരു റിപ്ലിക്കേറ്റ് ആയിരിക്കും ഇവിടെയും സംഭവിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത്, ചാർട്ടിൽ തോന്നുന്നത് ആ ഒരു വലിയ മൂവ്മെൻറ്റ്സിന് ശേഷം ഒന്ന് സൈലൻ്റാണ്. ഈ 27,000ലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു മൂവ്മെൻറ്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഈ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു കൺസംഷൻ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് ഈ കൺസ്യൂമർ ലോൺസും ബാക്കിയുള്ള ലോൺസും എല്ലാം കൂടും. അപ്പോൾ അത് ഒരു വലിയ പോസിറ്റീവായിരിക്കും ഇതിലുണ്ടാകുന്നത്. അതിന് മുമ്പുള്ള ആൻറ്റിസിപ്പേറ്റഡ് മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, ഒപ്പം തന്നെ ജിയോ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് കൂടി വരികയാണ്. ജിയോയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വളരെ മാസീവായിട്ടുള്ളൊരു സ്പൈക്കായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കഴിഞ്ഞൊരു സെപ്റ്റംബർ 10 ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നടത്തി. അതിനുശേഷം ഏകദേശം ഒരു പരിധി വരെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഒരു പരിധി വരെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ജിയോ ഫിനിൽ കഴിഞ്ഞിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നതും 1.25% മുകളിലൊരു നേട്ടത്തിലാണ്. ഒരുപക്ഷെ ധാരാളം പ്രതീക്ഷകളുമായിട്ട് വന്നിട്ടുള്ള ഒരു IPO ആയിരുന്നു. അതിനുശേഷം പലപ്പോഴും ഒരു കൺസോളിഡേറ്റഡ് റേഞ്ചിലേക്ക് നീങ്ങിയൊരു ഓഹരി കൂടിയാണിത്. ജിയോ ഫിന്നിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചാർട്ടിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെരി എയർലി ടു കമൻ്റ് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇപ്പോൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതിന് ഉപോത്ഭവമായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു വോളിയം ഇപ്പോൾ അതിൽ വന്നിട്ടില്ല. ആ വോളിയം വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ബ്രേക്കൗട്ട് വരികയാണ്. 340 അബോവ് ഒക്കെ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ നമുക്ക് വലിയൊരു മൂവ്മെൻറ്റ്സ് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് അത് മൂവ് ചെയ്യുന്നുണ്ട്. എല്ലാ സെഗ്മെൻറ്റിലെയും ഒരു പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നുണ്ട്. ഇതൊരു ഇയർലി സ്റ്റേജസ് ആണ്, അവരുടെ ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ വേണമെങ്കിലും ആ മൊമെൻറ്റം വരികയും അതിൻ്റെ സ്പീഡി മൊമെൻറ്റം നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്. തീർച്ചയായും ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റോക്സ് തന്നെയാണ്. ഞാൻ ഹോൾഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു സ്റ്റോക്സിൽ ഒന്ന് തന്നെയാണ്. എല്ലാ മേഖലയിലും ഒരു ഗ്രോത്ത് സ്റ്റേജിലാണ് ഇപ്പോൾ. അത് ആ ഗ്രോയിങ് സ്റ്റേജിൽ എപ്പോഴാണെങ്കിലും ഈ മൊമെൻറ്റം നമ്മളുടെ മാർക്കറ്റിൽ ക്യാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയായിരിക്കും.
സർ, ഇന്നലത്തെ ഒരു സെക്ടർ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ടറിൽ ഇന്നലെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം വലിയ ഒരു സ്റ്റാർ ഓഫ് ദ ഡേ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയായിരുന്നു. ഏകദേശം 2.5% നേട്ടത്തിലാണ് ഇന്നലെ ഈ ഒരു സെക്ടറിൽ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 2.5% അടുത്ത് തന്നെയുള്ളൊരു നേട്ടത്തിൽ തന്നെയാണ്. നിഫ്റ്റി റിയൽറ്റി സൂചികയെ സംബന്ധിച്ച് ഡെയിലി വൈസ് ഒക്കെ പരിശോധിക്കുമ്പോഴേക്കും ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻറ്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ദിവസങ്ങൾക്ക് ശേഷമാണ് എത്ര ശക്തമായിട്ടുള്ളൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ റിയൽറ്റി ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രത്യേകിച്ചും കൺസംഷൻ ബൂസ്റ്റ് ആയിട്ടുള്ള നടപടികളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, RBIയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡയറക്റ്റ് ബെനിഫിഷ്യറി കൂടിയാണ് റിയൽറ്റി സെക്ടർ. റിയൽറ്റി സെക്ടറിലുള്ള ഒരു വ്യൂ എന്താണ്? തീർച്ചയായിട്ടും ഈ റിയാലിറ്റി സെക്ടറിൽ ഒരുപാട് ഫോറിൻ ഫ്ലോസ് ഒക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ മോണിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം സെല്ല് ചെയ്ത് റിയാലിറ്റി ആൻഡ് ഇൻഫ്രയിലേക്ക് അതെല്ലാം മോണിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കമ്പനി. അതുകൊണ്ടായിരിക്കും അത് കൂടുതലൊരു മൊമെൻറ്റത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപാട് ഫണ്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലോസ് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത ഈ സെക്ടറിലുണ്ട്. കാരണം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ സ്ഥലത്തും. എനിക്ക് തോന്നുന്നു നമ്മൾ റിയാലിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഉൾപ്പെടെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രോസ്പെക്റ്റീവ് ഉള്ള ഒരു സെഗ്മെൻറ്റാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മളൊരു നല്ലൊരു മൂവ്മെൻറ്റ്സ് കണ്ടിരുന്നു. അതിനുശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ഒന്ന് മൊമെൻറ്റം ഗെയിൻ ചെയ്ത് വരുന്നു എന്നതാണ്. എനിക്കത് കുറച്ചൊരു സ്ലോ ആണെങ്കിൽ പോലും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഫണ്ട് ഫ്ലോ ഒക്കെ ചേസ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മളുടെ മുന്നിലുണ്ട്. അതെല്ലാം തന്നെ ടൈം പ്രൈസിലായിട്ടും അതേപോലെ തന്നെ ഒരു മെഷീനറി എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ലേബർ ഇൻറ്റൻസീവിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു അതെല്ലാം തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടും പ്രോഫിറ്റബിളായിട്ടും അവർക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഈ പ്രൊജക്റ്റുകളിലെല്ലാം നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഈ സെക്ടറിലേക്ക് വരാനും ഇത് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനികളുടെ അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും റിയാലിറ്റിയിലും ഒരു ഫോക്കസ് വയ്ക്കാവുന്നതാണ്. ബട്ട് അത് സ്ലോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് റിയൽറ്റിയിൽ തന്നെ DLFിലേക്ക് കൂടി വരികയാണ്. DLFിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലത്തെ റിയൽറ്റി സെക്ടറിൽ ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയിട്ടുള്ള ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയിട്ടുള്ള ഓഹരികളിൽ ഒന്നുകൂടിയാണ് DLF. ഏകദേശം 2% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു DLFിൻ്റെ ഓഹരികൾ ഇന്നലെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ വളരെ മാസീവായിട്ടൊരു ബൈയിങ് വരുന്നു, പിന്നീട് അവിടെ നിന്ന് ജസ്റ്റ് ഒരു നേരത്തെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യുന്നു. വളരെ അതായത് ഒറ്റയടിക്ക് കയറാതെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലത്തെ ഇൻട്രാഡേയിൽ DLFിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. DLFിലുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്റ്റേഷൻസ് എന്താണ്? DLFിൽ ഒരുപാട് ബാക്ക്ഡോക്ക് ഉണ്ടായിരുന്നു. അത് അവർ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്തു മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് മോഡലായിട്ട് അവർ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. അത് തീർച്ചയായിട്ടും വളരെയധികം നമ്മൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ വളരെ സപ്പോർട്ട് ലെവലിലായിരുന്നു അത് എന്നുള്ളത് കാണാൻ കഴിയും. ഒരു 720 എന്നൊക്കെ പറയുന്നത് അതിൻ്റെ നല്ലൊരു സപ്പോർട്ട് ലെവലാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഡിസംബറിലൊക്കെ നവംബറിലൊക്കെ വന്നിരുന്ന അതേ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഈ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 840 വരെയൊക്കെ ഇമീഡിയറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ലോങ് ട്രെൻഡിൽ ഒരു 920ലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു ഇതിൽ ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് ആ മൊമെൻറ്റം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് ആണ്. വോളിയം ഉണ്ടായിരുന്നു, അതിനൊപ്പം തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രെങ്ത്തും ആ മൊമെൻറ്റത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും DLFിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കഴിഞ്ഞ റിസൾട്ടുകളൊക്കെ തന്നെ കുറേ സമയങ്ങളിൽ വന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അവർ ഡെപ്റ്റ് ഫ്രീ ആക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അതിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റ് ഷെയർ അവർക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. വലിയ പ്ലെയേഴ്സുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഘടകങ്ങൾ അതിന് മുന്നോട്ട് നിൽക്കുന്നതാണ്. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റൊക്കെ ഇപ്പോൾ നമ്മൾ വളരെ കുറവായിട്ടുണ്ട്. ആ ഒരു സെഗ്മെൻറ്റും GST കുറയുന്നത് കൊണ്ടൊക്കെ ഉള്ള ഒരു ഗുണം ഈ കമ്പനികൾക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്നലെ നേട്ടം നൽകിയ മറ്റൊരു സെക്ടർ, ഒരു സൈലൻറ്റ് റണ്ണർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു സെക്ടറായിരുന്നു PSU ബാങ്ക്. PSU ബാങ്കിനെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ കുറച്ച് ട്രേഡിംഗ് സെഷൻസിലായിട്ട് ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന ബാങ്കിങ് സെക്ടറാണ് PSU ബാങ്ക് ഇൻഡെക്സ്. ഇന്നലെയും ഏകദേശം 0.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. PSU ബാങ്കിനെ സംബന്ധിച്ചുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ വീണ്ടും ഈ ഒരു PSU ബാങ്ക് ഓഹരികളുടെ ബാങ്കിങ് കമ്പനികളുടെ ഒരു അമാൽഗമേഷന് ശ്രമിക്കുന്നുണ്ട്. അതായത്
കമ്പനികളെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ ലാർജസ്റ്റ് ലെൻഡർ ആക്കാനുള്ള നടപടികളിലൊക്കെ കടക്കുന്നുണ്ടെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഏതായാലും ഈ PSU ബാങ്കിനെ ഇൻഡെക്സിനെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും നിഫ്റ്റി ബാങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഔട്ട് പെർഫോമൻസ് നടത്തുന്ന സെക്ടറായിട്ട് തന്നെയാണ് കാണുന്നത്. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെയും ബാങ്ക് നിഫ്റ്റി പറഞ്ഞിരുന്നു, PSU ബാങ്ക്സിലാണ് നമുക്ക് ഈ മൊമെൻറ്റങ്ങൾ കാണാൻ കഴിയുന്നത്. PSU ബാങ്കിൻ്റെ ഒരുപാട് കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റ് ക്യാപ്പ് അവർ റീഗെയിൻ ചെയ്യുന്ന ഒരു മൊമെൻറ്റമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിനെ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ്. കാരണം നമ്മളെ PSU ബാങ്ക്സ് പെർഫോം ചെയ്യുക അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് ഷെയറുകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഇന്ത്യൻ സെനേരിയോയിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു ലാർജസ്റ്റ് ഒരു ഹിസ്റ്ററി മൊമെൻറ്റം ആയിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെയൊക്കെ വന്നിട്ടുള്ള 7200 എന്നുള്ള ഇൻഡെക്സിൻ്റെ മൊമെൻറ്റിൽ നിന്ന് മാറി അത് പുതിയൊരു ഹൈയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ട്, കാരണം ഗവൺമെൻറ് മുമ്പെടുത്തിരുന്ന ബാങ്കുകളുടെ കൺസോളിഡേഷൻ ചെയ്തിരുന്ന ആ മൊമെൻറ്റിനെ നമ്മൾ ഇത് സാധൂകരിക്കുന്നതാണ്. കാരണം ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് വളരെ പോസിറ്റീവായിരുന്നു. അതുകൊണ്ട് ഈ ബാങ്കുകൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്കിതിന്ന് അനുമാനിക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയും കുറച്ച് വർഷങ്ങളായിട്ട് ഈ ബാങ്കുകൾ കുറേ വർഷങ്ങളായിട്ട് ഈ ചെറിയ ബാങ്കുകളായി സ്ട്രഗിൾ ചെയ്തിരുന്നത് അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ അവർക്ക് നല്ല സ്ട്രെങ്ത് വന്നു. ആ ഒരു മൊമെൻറ്റം അവർ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൺസോളിഡേറ്റ് ചെയ്ത് കുറച്ചുകൂടെ നല്ല എക്സ്പെൻസ് കട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതെല്ലാം തന്നെ വലിയ ബാങ്കുകളായിട്ട് ലോകത്തിന് മുൻപിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബാങ്കിങ് ജെയിൻറ്റുകളായ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബാങ്കുകളിലെല്ലാം തന്നെ അസറ്റുണ്ട്, അതേപോലെ തന്നെ അവരുടെ ലോൺ ബുക്കുകളും ബോറോയിങ് എല്ലാം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പോസിറ്റുകളെല്ലാം തന്നെ ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവാണ്. ഇത് PSU അതിൻ്റെ ഒരു പ്രതാപകാലം വീണ്ടെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സർ, അതിനോടൊപ്പം തന്നെ PSU ബാങ്കിൽ തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ കൂടിയാണ് വരുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഏകദേശം 1.25% മുക്കുള്ള ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം കഴിഞ്ഞ ഒരു 3-4 ട്രെയിനിങ് സെഷൻസ് ആയിട്ട് പരിശോധിക്കുമ്പോഴേക്കും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സെപ്റ്റംബർ 10-ന് ശേഷമുള്ള ട്രേഡിംഗ് സെഷൻസ് പരിശോധിക്കുമ്പോഴേക്കും കൃത്യമായിട്ടുള്ള ഒരു നേട്ടം, അതായത് ഒരു സെപ്റ്റംബർ 10-ന് മാത്രം ഏകദേശം 3% മുകളിലൊരു നേട്ടം നൽകി. പിന്നെ അവിടെ ആ ഒരു ഹൈ ലെവൽസിൽ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് കൺസോൾഡേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഒരുപാട് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെക്ടറാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ മൊമെൻറ്റങ്ങളൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ റീസെൻ്റായിട്ടുള്ള ഇയേഴ്സിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, അതിന് 40-ലേക്കൊക്കെ പോയി, അവിടെ നിന്ന് തിരിച്ച് 54-ലേക്കൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് മാറി വരണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ഇത് ഒരുപാട് ബാങ്കുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ബാങ്കാണിത്. ഇത് ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കുക. നമുക്കൊരു ഈ ഗവൺമെൻറ് എപ്പോഴുള്ള ഈ സ്റ്റെപ്പുകൾ എടുക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. ബട്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ്, കൺസോൾട്ടേഷന് വേണ്ടിയുള്ള മൂവ്മെൻറ്റ്സുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാങ്കിൻ്റെ അസറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ മൊമെൻറ്റം ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ 60 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അവിടെ നിന്ന് ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 70-74-ലേക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയും. അതിനുള്ള സാധ്യത ഉള്ളതാണ്. ഇപ്പോൾ വോളിയം ഒന്ന് കുറവാണ്, പക്ഷേ ഇപ്പോൾ മൊമെൻറ്റം ഗെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വോളിയം വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർ, ഒരു പക്ഷേ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ ഒരു വലിയ തോതിൽ നേട്ടം നൽകിയ ഒരു സെക്ടർ ഡിഫൻസ് ഓഹരികളായിരുന്നു. പലരുടെയും പോർട്ട്ഫോളിയോയിലെ മൾട്ടി ബാഗേഴ്സ് എന്ന് പറയുന്നത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറായിരുന്നു. പിന്നീട് അതിനുശേഷം ഒരു ഓൾ ടൈം ഹൈക്ക് എത്തുന്നു. അപ്പോൾ പിന്നീട് തന്നെ ഒരു അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കായിരുന്നു നീങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ചനേക്കാൾ ഒരു ബുധനാഴ്ച മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും ഒരു നേട്ടം പല ഓഹരികളിലും നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയൊക്കെ വളരെ ശക്തമായിട്ട് നോട്ടിലായിരുന്നു ഡിഫൻസിൽ പല ഓഹരികളിലും ഒരു കുതിപ്പുണ്ടായിരുന്നത്. പൊതുവെ ഡിഫൻസ് ഓഹരികളിലുള്ള ഒരു ടേക്ക് എന്താണ്? പ്രത്യേകിച്ചും അതിൻ്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേഷൻ വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏകദേശം 22,000 കോടി രൂപയുടെ ഒരു മാനുവലിന് പ്രൊക്യൂർമെൻറ്റ് മാനുവലിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. ഇതൊക്കെ ഓർഡറായിട്ട് തിരിച്ച് ഈ കമ്പനികളിലേക്കൊക്കെ തന്നെയാണ് വരുന്നത്. ഏതായാലും അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓഹരികളിലും ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഡിഫൻസ് ഓഹരികളിലുള്ളൊരു ടേക്ക് എന്താണ്? ഡിഫൻസ് ഓഹരികളിൽ ഗവൺമെൻറ് ഇപ്പോഴത് വളരെയധികം സപ്പോർട്ടുണ്ട്. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് മാത്രമല്ല, ഗവൺമെൻറ് പുറത്തു നിന്നുള്ള ടെക്നോളജീസ് കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മളുടെ റിപ്പോർട്ടുകളൊക്കെ വന്നതനുസരിച്ച് റാഫേൽ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള
ഒരു സാധ്യതയാണ്. അത് ഒരു 2 lakhs crore പ്രൊജക്റ്റാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു സെഗ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ടെക്നോളജീസ് ഇപ്പോൾ നമ്മൾക്ക് കുറവുള്ള ടെക്നോളജീസ് പുറത്തുനിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരുപാട് ടോക്സൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനികളെല്ലാം തന്നെ ആയിരിക്കും ലൈം ലൈറ്റിൽ നിൽക്കുക. കാരണം ഈ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുകൾ ആൾറെഡി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കമ്പനികൾക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ഒരു മുൻതൂക്കമുള്ളത്. ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇത് പറയുന്നത് നമ്മൾ ആത്മനിർഭർ എന്നുള്ള ഒരു തീമാണ്. ആ ഒരു തീമിലാണ് ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഓർഡർ കൊടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മാനുഫാക്ചറിങ് ഒരു അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും അതേപോലെ തന്നെ ഗവൺമെൻറ് സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പായിട്ടുള്ള പ്രൊജക്റ്റുകളും ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഈ കമ്പനികൾക്കെല്ലാം തന്നെ ഹ്യൂജ് ഓർഡറുകൾ ഇനി വരുന്ന സിറ്റുവേഷനിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൈവറ്റ് മേഖലയിലെ കമ്പനികൾ ഇതിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ വർദ്ധിക്കും. കമ്പനികൾക്ക് ഒരുപാട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഇതിലൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ അവിടെ സെയിൽസ് ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഹ്യൂജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആണ് ഈ ഒരു കമ്പനികളിൽ ഇപ്പോൾ വീണ്ടും മൊമെൻറ്റം റീഗെയിൻ ചെയ്യാൻ വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അതേ മൊമെൻറ്റം പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും രണ്ടാമതൊരു പുഷ് വരുമ്പോഴേക്കും നല്ലൊരു നിലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വീണ്ടും കാണുക എന്നതാണ്. സർ, അതിനോടൊപ്പം തന്നെ ഡിഫൻസിൽ തന്നെ പാരസ് ഡിഫൻസിലേക്ക് കൂടി വരികയാണ്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചത്. 4.34% നേട്ടത്തിലാണ് ഇന്നലെ ഈ ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ അത് 722 ലെവലിലാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ടാണ് നല്ലൊരു മൊമെൻറ്റം വന്നിരിക്കുന്നത്. ആ മൊമെൻറ്റത്തിൽ നിന്ന് ഗെയിൻ അതൊരു സപ്പോർട്ട് സോണിലായിരുന്നു. നമുക്ക് നേരത്തെ നോക്കിയാൽ കാണാം ഒരു 600 640 എന്നൊക്കെ പറയുന്ന നല്ലൊരു സപ്പോർട്ട് സോണിലായിരുന്നു. ദെൻ ഇതൊരു ഹ്യൂജ് മൊമെൻറ്റം ഉള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു വോളിയം ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും ഒരു വോൾട്ടാലിറ്റി കൂടിയ ഒരു സ്റ്റോക്സാണ്. അവർ 900 930 വരെയൊക്കെ പോകാനുള്ള മൊമെൻറ്റം ഇപ്പോൾ തന്നെ അതിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഒരു ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. പ്ലസ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഫണ്ട് കിട്ടാനുള്ള സാധ്യത, ഓർഡർ ബുക്ക് കിട്ടാനുള്ള സാധ്യത, ഇതെല്ലാം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഈ കമ്പനികളുടെ മൊമെൻറ്റം. സാർ, അപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടി വരികയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഒരുപക്ഷെ പലപ്പോഴും കഴിഞ്ഞ റീസെൻറ്റ് ടൈംസിൽ ഈ ഒരു ഡിഫൻസ് ഓഹരികൾ ഏറ്റവും കൂടുതൽ നേട്ടം നൽകിയ ഒരു ഓഹരി കൂടി, അതായത് ജൂണിൽ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നു. അതിനുശേഷം ഏകദേശം ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവ് പരിശോധിക്കുമ്പോഴേക്കും അത് പ്രോഫിറ്റ് ടേക്കിംഗ് വളരെ അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്ക് കടക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 4 ട്രേഡിംഗ് സെഷൻസിലായിട്ട് അവിടെ നിന്ന് നമുക്കൊരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു വീണ്ടും തിരിച്ച് കയറാനായിട്ട് റിക്കവറിക്ക് ഒരു ഓഹരി ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? അത് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ ഒന്ന് ബാക്കിലോട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ മുതൽ അവിടെ തുടങ്ങിയ കറക്ഷൻസാണ്. അത് ഏകദേശം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ കൺസോളിഡേറ്റഡ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മെയ്യിലേക്ക് ഒരു മൂവ്മെൻറ്റം മുകളിലോട്ട് വന്നത്. അതിൻ്റെ ഒരു ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീട്രേസ്മെൻ്റ് ആയിരുന്നു അവിടെ വന്നത്. അതിനുശേഷം അത് തിരിച്ച് റീഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം ഒരു കറക്ഷൻ വരുന്നു, പിന്നീട് ഒരു ഏർലി സ്റ്റേജസിലേക്ക് സ്റ്റാർട്ടിങ് വരുന്നു, അത് കഴിഞ്ഞൊരു സ്റ്റെപ്പ് ബാക്ക് വന്നു. തീർച്ചയായിട്ടും അടുത്തൊരു മൊമെൻറ്റം ഗെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2400 അത് വരാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ്ലി. ഇപ്പോൾ അതിൽ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച എല്ലാ കാര്യങ്ങളും ഈ കമ്പനികൾക്കും ആപ്ലിക്കബിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൊമെൻറ്റം ഗെയിൻ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. താങ്ക് യു സോ മച്ച് സാർ. താങ്കൾ എത്രയധികം തിരക്കുകൾക്കിടയിലും ഞങ്ങളോടൊപ്പം ഇവിടെ എത്താനും സ്റ്റുഡിയോയിലേക്ക് എത്താനും ഞങ്ങളുടെ പ്രേക്ഷകരുടെ ക്യൂരീസ് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യാനും സാധിച്ചാൽ വളരെയധികം നന്ദിയുണ്ട്. എനിവേ, നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ പ്രീ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം മാർക്കറ്റ് സ്ക്രീനറിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.